ഓം ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ ഗ്രഹേഭ്യോ സ്കന്ധായ ദേവ്യേ നമഃ. നമസ്തേ. ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ, അളിക്കുളം, തൃശ്ശൂർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കർക്കിടക വാവ് ബലി തർപ്പണത്തെക്കുറിച്ചാണ്. പലർക്കും സംശയം വന്നതിനാൽ പല പഞ്ചാംഗങ്ങളിലും വ്യത്യസ്തമായി എഴുതി കണ്ടതിനാലും ഇന്ന് ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ വന്നിരിക്കുകയാണ്. എന്നാണ് കർക്കിടക വാവ് ബലി ശരിയായി ആചരിക്കേണ്ടത് എന്ന്. അപ്പോൾ അതേക്കുറിച്ച് ആചാര്യ രീതിയിൽ പറയാനാണ് ശ്രമിക്കുന്നത്. ഋതുക്കൾ ഉണരുകയായി. 1199 ആണ്ട് കർക്കിടക മാസം 19 തീയതി ശനിയാഴ്ച ആണ് കർക്കിടക വാവ്. അതായത് 2024 ആഗസ്റ്റ് 3 തീയതിയാണ് വാവ് ബലി ഇടേണ്ടത്. അസ്തമയത്തിന് 6 നാഴിക മുമ്പ് വാവുള്ള ദിവസമാണ് ബലിതർപ്പണം ചെയ്യേണ്ടത്. ആഗസ്റ്റ് 4 സ്ഥാലീഭാഗം വരുന്നതിനാൽ സ്ഥാലീഭാഗത്തിൻ്റെ തലേ ദിവസം ശനിയാഴ്ച തന്നെ ബലിതർപ്പണം ചെയ്യണം എന്നാണ് പ്രമാണം. അതായത് നക്ഷത്രമോ തിഥിയോ ഏതായാലും സൂര്യ അസ്തമയത്തിന് 6 നാഴിക പകല് തുടങ്ങുന്ന ദിവസമാണ് ശ്രാദ്ധം ചെയ്യേണ്ടത്. ആഗസ്റ്റ് 3 സൂര്യൻ അസ്തമിച്ചപ്പോൾ കറുത്ത വാവ് അമാവാസി 6 നാഴിക 52 വിനാഴിക. അതിനാൽ ആഗസ്റ്റ് 3 കറുത്ത വാവ് ശ്രാദ്ധം ആചരിക്കണം. 1199 ആണ്ട് കർക്കിടക മാസം 19 തീയതി ചതുർദശി ഉദയാൽപരം 24 നാഴിക 3 വിനാഴിക വരെയാണ് ഉള്ളത്. അന്നത്തെ ദിനമാനം 30 നാഴിക 55 വിനാഴികയാണ്. ഇതിൽ നിന്നും ചതുർദശി 24 നാഴിക 3 വിനാഴിക കുറച്ചാൽ അമാവാസി 6 നാഴിക 52 വിനാഴിക്ക് സൂര്യ അസ്തമയത്തിന് മുൻപേ തുടങ്ങി എന്നർത്ഥം. പിതൃപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനമാണ് കർക്കിടക മാസത്തിലെ അമാവാസി നാൾ നടത്തുന്ന പിതൃതർപ്പണം. ചന്ദ്രനിൽ പ്രതിഫലിച്ചെത്തുന്ന സൂര്യപ്രകാശം വിശേഷം ദൃശ്യമല്ലാതാകുന്ന ദിവസമാണ് അമാവാസി ദിനം. ഈ ദിവസം ചന്ദ്രപ്രകാശം മുഴുവനും മൺമറഞ്ഞ പിതൃക്കളുടെ ആത്മാക്കൾക്ക് ലഭിക്കുന്നു എന്നും അതിനാൽ പിതൃകർമ്മങ്ങൾ നടത്തുന്നതിന് ഈ ദിനം വളരെ ഉത്തമം എന്ന് വിശ്വസിച്ചു വരുന്നു. സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ സംഗമിക്കുന്ന ഈ ദിനത്തിൽ സമുദ്ര സ്നാനം, തിലതർപ്പണം, ഒരിക്കലൂണ് എന്നിവ അനുഷ്ഠിക്കുകയും വ്രതശുദ്ധിയോടെ വർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. മരിച്ചുപോയ പിതാവ്, പിതാമഹൻ, പ്രതിതാമഹൻ, മാതാവ്, മാതാമഹൻ, മാതൃപിതാമഹൻ, പിതാമഹി, പ്രപിതാമഹി, മാതാമഹി, മാതൃപിതാമഹി, മാതൃപ്രതിഭാമഹി എന്നിവർക്കു വേണ്ടിയും അവർക്കെല്ലാം ഉള്ള പിതൃപരമ്പരകൾക്കു വേണ്ടിയും ആ വംശത്തിൽ പിറന്ന് ജീവിച്ചിരിക്കുന്നവർ തിലതർപ്പണം തുടങ്ങിയ ബലിതർപ്പണം നടത്തണമെന്ന് ആചാര്യന്മാർ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വംശത്തിൻ്റെ സർവതോന്മുഖമായ അഭിവൃദ്ധിക്ക് സമ്പത്ത്, ആരോഗ്യം, സന്താനവൃദ്ധി ആദിയായക്കെല്ലാം ഏവരും പിതൃതർപ്പണം അനുഷ്ഠിക്കണമെന്ന് സ്മൃതികളും പറയുന്നുണ്ട്. മൺമറഞ്ഞുപോയ, അറിഞ്ഞതോ അറിയാത്തതോ ആയ അനേകം ഗുരു കാരണവന്മാരോട്, പിന്നെ നമ്മളെ നമ്മളാക്കിയ പിതാമഹന്മാരുടെ, അവരുടെയെല്ലാം പിതാമഹന്മാരുടെയും കടപ്പാടിൻ്റെയും കണ്ണിമുറിയാത്ത രക്തജനിത ബന്ധങ്ങളുടെയും മറ്റും
മങ്ങാത്ത മായാത്ത ഒരു ദീപ്ത സ്മരണയാണ് പിതൃതർപ്പണം അഥവാ കർക്കിടക വാവുബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിന്ദു ധർമ്മപ്രകാരം അത് ഏവരും അനുഷ്ഠിക്കേണ്ടതാണ്. സനാതന സംസ്കൃതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിതൃതർപ്പണം. അതിൽ തന്നെ കർക്കിടക വാവുബലിക്കാണ് ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണായനം ആരംഭിക്കുന്നത് കർക്കിടക മാസം മുതൽക്കാണ്. ഉത്തരായണകാലം ദേവപ്രാധാന്യവും ദക്ഷിണായനകാലം പിതൃപ്രാധാന്യവുമാണ്. ദക്ഷിണായനത്തിലെ ആദ്യ വാവാണ് കർക്കിടക വാവ്. പിതൃതർപ്പണമാണ് വാവുബലി. ദക്ഷിണായനത്തിലെ കറുത്ത പക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നു എന്നാണ് ഈ ബലിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടാവാൻ ഒരു കാരണം. പിതൃക്കൾക്ക് സമയാസമയത്തിന് അന്നം എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മൾ വർഷത്തിൽ അനുഷ്ഠിച്ചു വരുന്ന ഓരോ വാവുബലികളുടെയും ഉദ്ദേശലക്ഷ്യം. ഭൂമിക്ക് ബാഹ്യമായ മുകളിലുള്ള ലോകമാണ് പിതൃലോകം എന്ന് സങ്കല്പം. ഇവിടെ പിതൃക്കളുടെ ആത്മപ്രാണൻ നിലനിർത്തുന്നത് ജലമാണത്രേ. ആയതിനാൽ പിതൃക്കൾക്ക് ജലത്തിലൂടെയേ അന്നം നൽകാനാവൂ. അതിനാലാണ് ജലസന്നിധ്യത്തിൽ ജലമുപയോഗിച്ചുകൊണ്ടുള്ള തർപ്പണം നടത്തുന്നതിൻ്റെ പ്രധാന സാങ്കത്യവും. ബലിയിടുന്ന ദിനത്തിൻ്റെ തലേ ദിവസം ഒരിക്കൽ എടുക്കണം. എന്നുവെച്ചാൽ ഒരു നേരം മാത്രം അരിയാഹാരം ഭക്ഷിക്കുക. ഗൃഹത്തിൽ ആരും മത്സ്യമാംസാദികൾ കഴിക്കരുത്. ഒരിക്കൽ എടുക്കുന്നതിൻ്റെ പ്രാധാന്യമെന്നാൽ നാം ചെയ്യാൻ പോകുന്ന സൽക്കർമ്മത്തിന് ആയിക്കൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തയ്യാറാക്കി വയ്ക്കുക എന്നതാണ്. മനഃശുദ്ധി, ഭക്ഷണശുദ്ധി, ശരീരശുദ്ധി ഇവ മൂന്നും ചേർന്നതാണ് ഒരിക്കൽ നോയമ്പ്. ഇനി മനഃശുദ്ധി എന്താണെന്ന് നോക്കാം. മനഃശുദ്ധി എന്നാൽ മനസ്സിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്നതാണ്. അശുഭ ചിന്തകൾ മാറി ഈശ്വരീയ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക എന്നതാണ് മനഃശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ശരീരശുദ്ധി എന്നാൽ 2 നേരം ഉള്ള സ്നാനം എന്നിങ്ങനെ ഉള്ളതാണ്. ഇനി ഭക്ഷണശുദ്ധി എന്താണെന്ന് നോക്കാം. തലേ ദിവസത്തെ ആഹാരം ഉപയോഗിക്കാതിരിക്കുക, ലഹരി പദാർത്ഥങ്ങൾ, മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതെ ഇരിക്കുക. ഇവയാണ് തലേ ദിവസം ഒരിക്കൽ ആചരിക്കേണ്ട ചിട്ടകൾ. ദേവകർമ്മം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും ഭക്തിയും വേണ്ടത് പിതൃകർമ്മത്തിന് വേണം എന്നാണ് ആചാര്യമതം. പിതൃശാപം, പിതൃകടം, പിതൃദുരിതം എന്നൊക്കെ പറയുന്നപ്പെടുന്നത് മരണാനന്തര ചടങ്ങുകൾ, ശ്രാദ്ധം എന്നീ ചടങ്ങുകൾ കൃത്യമായി ചെയ്യാതെ വരുമ്പോഴാണ് ഇത്തരം ദോഷങ്ങൾ നമ്മളെ ബാധിക്കുന്നത്. ബലിയിട്ട ശേഷം പാവപ്പെട്ടവർക്ക് അന്നദാനം നൽകാൻ മറന്നുപോകരുത്. ഏതൊരു സമയത്തും പിതൃക്കളുടെ അനുഗ്രഹം എന്നും നിലനിർത്തേണ്ടത് നമ്മുടെ അഭിവൃദ്ധിക്ക് ആവശ്യം തന്നെയാണ്. ഇനി ബലിയിടുന്ന സ്ഥലങ്ങള് തിരുനെല്ലി, തിരുവല്ല, വർക്കല, ആലുവ മുതലായ സ്ഥലങ്ങളിൽ ബലിയിടാം. ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് സ്വഗൃഹത്തിൽ തന്നെ ബലിയിടാം. ആവശ്യമായ ദ്രവ്യങ്ങൾ താഴെ പറയാം. നിലവിളക്ക്, കിണ്ടി, എണ്ണ, നെയ്യ്, വിളക്ക് തിരി, എള്ള്, നെല്ല്, ഉണക്കല്ലരി, ചന്ദനം മറച്ചത്, വാഴയില, ചെറുള, ദർഭപ്പുല്ല്, തുളസിയില, ചാണകം, ചെറുപാത്രങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗൃഹത്തിൽ തന്നെ ബലി ഇടാം. അപ്പോൾ നിങ്ങളുടെ പിതൃദോഷങ്ങളോ മാതൃദോഷങ്ങളോ എല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ജ്യോതിഷ ആചാര്യ അനുഷ്ഠാന രീതികളെക്കുറിച്ചുള്ള വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കണം, ലൈക്കെല്ലാം അടിക്കണം. നന്ദി, നമസ്തേ.